കുറേ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഫ്രോക്ക് കട്ടിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഫ്രോക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അജ്രക്ക് മെറ്റീരിയലാണ്, 290ൻ്റെ അജ്രക്ക് മെറ്റീരിയലാണിത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇതുകൊണ്ടാണ് നമ്മൾ ഫ്രോക്ക് തയ്ക്കുന്നത്. അതിലേക്കുള്ള ലൈനിങ് ആണ്, 2.5 മീറ്ററാണ് ലൈനിങ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം നമുക്ക് യോക്ക് കട്ട് ചെയ്യാനുള്ള ലൈനിങ് പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ യോക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 14 വയസ്സുള്ള കുട്ടികൾക്കാണ് ഈ ഫ്രോക്ക്, 14 വയസ്സിലുള്ള കുട്ടികൾക്കാണ് ഈ ഫ്രോക്ക് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ലൈനിങ് പീസ് ഒരു പീസ് വെട്ടി വെച്ചിട്ടുണ്ട്, 4ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഇതിലാണ് നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6.25 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ആംഹോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്കിതൊരു ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം. ചെസ്റ്റ് എടുത്ത് 8.25 അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. ഈ വെസ്റ്റ് ലെങ്ത്ത് 7.25 ഇഞ്ച്, അതിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആംഹോൾ കർവ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് എടുത്ത് മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ചാണ് നെക്ക് എടുത്ത് മാർക്ക് ചെയ്യുന്നത്. നെക്ക് ഇറക്കം 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്കാണ് 4.5 ഇഞ്ച്. നെക്ക് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് വരച്ചു എന്നുള്ളൂ. നമുക്ക് നെക്ക് ക്യാൻവാസിൽ ചെയ്യാനുള്ളതാണ്. ഇങ്ങനൊരു ആലിലക്കഴുത്ത് മോഡലാണ് നെക്ക് ചെയ്യുന്നത്. നമുക്ക് ക്യാൻവാസിൽ ചെയ്യുമ്പോൾ വെട്ടിയാൽ മതി, ഇപ്പോൾ വെട്ടണ്ട. നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമുക്ക് രണ്ടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും രണ്ടായിട്ടുണ്ട്. ബാക്ക് പീസിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 14 വയസ്സുള്ള കുട്ടികൾക്കുള്ള ഫ്രോക്കാണ് ചെയ്യുന്നത്. നമുക്ക് ബാക്ക് നെക്ക് 3.5 ഇഞ്ച് ഇറക്കം കൊടുക്കാം. 2.5 ഇഞ്ച് നേരെ വിടുത്ത്, ഇറക്കം 3.5 ഇഞ്ചും കൊടുക്കാം. നമുക്ക് റൗണ്ട് നെക്ക് കൊടുക്കാം. കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് കഴുത്ത് നമുക്ക് ക്യാൻവാസ് വെച്ച് ചെയ്യാം. ബാക്ക് നെക്ക് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് ലൈനിങ് വെട്ടി വെച്ചത് വെച്ച് കൊടുത്ത് വെട്ടിയെടുക്കാം. വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെട്ടിക്കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബാക്ക് പാർട്ട്, ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പാർട്ട്. ഇവിടെ നമുക്ക് ചെറുതായിട്ടൊരു ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കുകയാണ്. അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ യോക്ക് പാർട്ട് കട്ടിങ്. നമുക്ക് സ്കേർട്ടിൻ്റെ പാർട്ട് കട്ട് ചെയ്യാം. സ്കേർട്ട് പാർട്ടിന് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബാക്കിയുള്ള തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ.
4ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്കേർട്ടിന് നമ്മൾ യോക്ക് പാർട്ട് നമ്മൾ 15 ഇഞ്ചാണ് ഇറക്കെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കേർട്ടിന് അടിയിൽ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രില്ല് വെച്ച് കൊടുക്കാൻ നമുക്ക് 7 ഇഞ്ച് മതി. ഇത് അതിൻ്റെ മുകളിലേക്ക് വരുന്ന ഭാഗം നമുക്കൊരു 20 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. സ്കേർട്ട് 15ഉം നമ്മൾ 15ആണ് എടുത്തിട്ടുള്ളത്. ബാക്കി സ്കേർട്ടിന് നമ്മളിവിടെ 20 ഇഞ്ച് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 7 ഇഞ്ച് 8 ഇഞ്ച് എടുത്തിട്ട് ഫ്രില്ല് വെക്കുന്നുണ്ട് താഴെ. ഇതിപ്പോൾ നമുക്ക് 20 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 20 ഇഞ്ചിൽ വരച്ചെടുക്കാം. കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി ഫ്രില്ല് ചെയ്യാനുള്ള ഭാഗം കൂടി കട്ട് ചെയ്തിടാം. ഇതാണ് ബാക്കി തുണി. ഇതെന്നാണ് നമുക്കിനി കയ്യും ഫ്രില്ലിനുള്ളതും കട്ട് ചെയ്യണം. കൈക്ക് നമുക്കത് ഏകദേശം ഒരു 6 ഇഞ്ച് മതിയായിരിക്കും. 6 ഇഞ്ചിന് മതിയായിരിക്കും കൈ. അപ്പം ബാക്കി വരുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ നമുക്കത് മുഴുവനായിട്ട് ഫ്രില്ലിനെടുക്കാം. അപ്പോൾ കൈക്കുള്ള 6 ഇഞ്ച് മാത്രം ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. ബാക്കി വരുന്ന കൈയിൻ്റെ ഭാഗത്തുള്ളത് നമുക്ക് ബാക്കിൽ വള്ളി വെച്ച് കൊടുക്കാനായിട്ട് എടുക്കാം. ഇതാണിപ്പോൾ നമ്മളുടെ യോക്ക് പാർട്ട്. യോക്ക് പാർട്ടിന് ശേഷം വരുന്നത് ഇതാണ്. ഇതിൽ ഇത്രയും ഭാഗം നമുക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഫ്രില്ല് ഇങ്ങനെ വെച്ച് പോകാനുള്ളതാണ്. ഇവിടെ ചുരുക്കം ഇങ്ങനെ വരുന്നതാണ്. അത് കഴിഞ്ഞ് താഴെ നമുക്ക് ഇവിടെ വെട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു പീസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രില്ല് വെച്ച് കൊടുക്കണം. ഇങ്ങനെയാണ് തയ്ച്ച് വരുമ്പോൾ ഉണ്ടായിരിക്കുക. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതൊന്നും എടുക്കണം. അതുപോലെ നമുക്ക് ബാക്കിൽ വള്ളി വെച്ച് കൊടുക്കാനും ഈ ക്ലോത്തിൻ്റെ ബാക്കിയിൽ നിന്ന് വേണം നമുക്ക് എടുക്കാൻ. നൈറ്റ് പീസ് ആയതുകൊണ്ട് തുണി കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് സ്ലീവിന് ഇത് എത്ര ഇഞ്ചുണ്ട് നോക്കാം. നമുക്കിത് 12 ഇഞ്ചുണ്ട്. 12 ഇഞ്ചിൽ നമുക്ക് സ്ലീവിൽ ചെറിയൊരു പഫ് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇവിടുന്ന് ഒരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് വളച്ച് സ്ലീവിൻ്റെ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. ഇതാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തത്. പഫ് സ്ലീവാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതിനാണ് ഇത്രയും ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കട്ടിങ് വീഡിയോ. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യാനുള്ളത്. ഇതിൽ നമുക്ക് ഈ ബാക്കിയുള്ള തുണിയിൽ തന്നെ നമുക്ക് വള്ളി വെച്ച് കൊടുക്കാനുള്ളത് ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 2 പീസ് ബാക്കിൽ വള്ളി വെച്ച് കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.